നമസ്കാരം. കല്യാശ്ശേരി അസംബ്ലി മണ്ഡലത്തിൻ്റെ വോട്ട് അനാലിസിസ് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. 2014 ഡേറ്റ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. LDFിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. LDF 83,000 വോട്ട് പിടിച്ചപ്പം UDFന് 40,000 വോട്ട്, അതായത് പകുതിയിലും കുറവ് വോട്ട് മാത്രമേ UDFന് കിട്ടിയിട്ടുള്ളൂ. NDAക്ക് 10,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു വിൻ മാർജിൻ എന്ന് പറയുന്നത് 42,000 വോട്ടിന് LDF വിൻ ചെയ്ത മണ്ഡലമാണ്. അതായത് UDF പിടിച്ച വോട്ടിനെക്കാട്ടിലും ആണ് മാർജിൻ, LDFിൻ്റെ വിജയ മാർജിൻ. 2021 എത്തിയപ്പോൾ 83 എന്നുള്ളത് 88,000 ആക്കിയിരിക്കുകയാണ്, വീണ്ടും കൂട്ടിയിരിക്കുകയാണ് LDF. അപ്പോൾ LDF ഒന്നാം സ്ഥാനം, UDF 43,000 വോട്ടോടെ രണ്ടാം സ്ഥാനം. വീണ്ടും പകുതിയിലും കുറവാണ് വോട്ട് പിടിച്ചത്. വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ UDFിനെക്കാട്ടിലും വോട്ടിനെക്കാട്ടിലും കൂടുതലാണ് LDFിൻ്റെ വിജയ മാർജിൻ. NDAക്ക് വീണ്ടും 11,000 വോട്ടുണ്ട്. അവിടെ സ്ഥിരം ഒരു വോട്ട് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. 11,000 വോട്ടോളം NDAക്ക് ഉണ്ട്. അപ്പോൾ 2024 അത്ഭുതമായിട്ടിരിക്കുന്നു. ഓക്കെ, 2024 ലോക്സഭയിലെ റിസൾട്ട് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും LDF മുന്നിലാണെങ്കിലും 1,000 വോട്ട്, 65,000 വോട്ടിലേക്ക് LDFിൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞിരിക്കുകയാണ്. UDF വലിയൊരു കുതിച്ചാട്ടമാണ്. 65,000 വോട്ടോളം, ഏകദേശം തുല്യം, 1000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. UDF ഒരു കുതിച്ചാട്ടം നടത്തിയിരിക്കുകയാണ്. NDAയും ഒരു 11,000 വോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുന്നതിന് ഒരു 6,000 വോട്ടോളം കൂട്ടി 17,000 ആയിരിക്കുകയാണ്. എപ്പോഴും ലോക്സഭയും സ്റ്റേറ്റും ഇലക്ഷൻ ട്രെൻഡുകൾ വ്യത്യാസം ഉണ്ടാവും. എന്നാലും ആദ്യമായിട്ട് ഇത്രയും വലിയൊരു കുതിച്ചുചാട്ടം UDF ആ മണ്ഡലത്തിൽ നടത്തുന്ന ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഓരോ മുന്നണിയുടെയും വോട്ടുകളുടെ പാറ്റേൺ നോക്കാം. 2016 83,000 വോട്ട് നേടിയ LDF 88,000 വോട്ടായിട്ട് ഉയർത്തി 2021. പക്ഷേ 2024 ലോക്സഭയിലെ ട്രെൻഡ് എന്ന് പറയുന്നത് 65,000 താന്നിരിക്കുകയാണ്. അതായത് 23,000 വോട്ട് കുറഞ്ഞിരിക്കുകയാണ് LDFിൻ്റെ വോട്ട് ഷെയർ ചെയ്യുന്നത്. വീണ്ടും UDF മലബാറിലെ പല മേഖലയും കാണുന്ന പോലെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് 2016 2021 ഒരു 40,000 43,000 ആക്കി. പിന്നെ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു 64,000 ഒരു കുതിച്ചാട്ടം, ഒരു 21,000 വോട്ടിൻ്റെ വ്യത്യാസം UDF നേടിയിരിക്കുകയാണ്. NDA അതേപോലെ ഒരു സ്റ്റേബിൾ 10,000 വോട്ടുള്ള 11,000 വോട്ടുണ്ടായിരുന്ന മണ്ഡലത്തിൽ ലോക്സഭയിൽ ഒരു 18,000 വോട്ട് അടുപ്പിച്ച് നേടി നല്ലൊരു മാർജിനിലോട്ട് അവർ മുന്നോട്ട് തന്നെയുള്ള പോക്കാണ്, പ്രോഗ്രസ് ആയിട്ട് വരുന്നുണ്ട് NDA. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ 3 മണ്ഡലത്തിലും ഒറ്റ നോട്ട് നോക്കുകയാണെങ്കിൽ 3 ഇലക്ഷനിലും LDF ആണ് ഫ്രണ്ടിൽ, UDF രണ്ടാമത്, NDA മൂന്നാമത്. സ്റ്റിൽ ലോക്സഭ ഇലക്ഷനിൽ ഇത്രയധികം വോട്ട് UDF നേടിയത് LDFിൻ്റെ ഒരു അസംബ്ലി മണ്ഡലം പോകുന്ന ഒരു തുല്യശക്തിയായിട്ട് വന്നിരിക്കുകയാണ് അവിടെ ആദ്യമായിട്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ 2026 ഈ വരുന്ന അസംബ്ലിയിൽ ഈ ട്രെൻഡ് പ്രതിഫലിക്കുമോ, അത് UDFിന് അവർ വിജയിക്കാൻ പറ്റുമോ എന്നുള്ള അഭിപ്രായം നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഏതെങ്കിലും മണ്ഡലം നിങ്ങൾക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്ത് കിട്ടണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളത് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. പുതിയൊരു മണ്ഡലത്തിൻ്റെ അനാലിസിസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.